Sir, good morning. Firstly, congratulations. Elevators ഒരു പ്രീമിയം ലിഫ്റ്റ് എന്ന സാധനം ഹാൻഡ് ഓവർ ചെയ്തു. ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, നമുക്കറിയാം ഈ എലവേറ്റർ ഫീൽഡിൽ ഒരുപാട് ചോയ്സസ് ഉണ്ട്. പക്ഷേ എങ്ങനെയാണ് ആനോൺ എലവേറ്റേഴ്സിനെ ചൂസ് ചെയ്യുന്നത് തീർച്ചയായും നമ്മൾ വീട് വെക്കാൻ ഉദ്ദേശിച്ചപ്പോൾ ബേസിക്കലി ലിഫ്റ്റ് വേണമെന്ന് താല്പര്യമായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഒരു സ്റ്റേജിൽ നമ്മളെല്ലാവരും പ്രായമായിട്ട് വരുമ്പോഴത്തേക്കും ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഒരു ലിഫ്റ്റ് കോൺസെപ്റ്റിലോട്ട് ഞങ്ങൾ തോട്ട് പ്രോസസ്സ് വന്നായിരുന്നു. അപ്പം നമ്മൾ പല എൻക്വയറീസും പല ലിഫ്റ്റിൻ്റെ ആൾക്കാരടുത്തൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ബേസിക്കലി പലരും വന്ന് സൈറ്റ് വന്ന് കണ്ടു, കോഴ്സ് പ്രൊവൈഡ് ചെയ്തു. നമുക്ക് വന്നവരെന്നും ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു പേഴ്സൺ ടു പേഴ്സൺ നമുക്ക് സംസാരിക്കുമ്പോൾ അവരുടെ എക്സ്പെർട്ടീസും നമുക്ക് അത്ര ഒരു മെച്യൂരിറ്റി ഇല്ലാത്തൊരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു. അപ്പോൾ അങ്ങനെ നിന്നപ്പോഴാണ് നമുക്ക് എൻ്റെ ഒരു ഫ്രണ്ട് എയറോൺ ലിഫ്റ്റിനെ കുറിച്ച് ഇങ്ങനെ ഒരു കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ കുറച്ച് സൈറ്റ്സിലൊക്കെ ഞാൻ കയറി നോക്കി. പ്രോജക്ട്സ് എല്ലാം നല്ല എന്താ പറയുക, ലക്ഷറി കണ്ടായിരുന്നു, സിമ്പിൾ പ്രോജക്ട്സ് കണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ എയറോൺ ലിഫ്റ്റിനെ കോൺടാക്ട് ചെയ്തത്. അതിൽ അജികുമാർ പുള്ളി നമുക്ക് ഒത്തിരി ഫ്രണ്ട്ലി ആയിട്ട് വന്ന് എക്സ്പ്ലെയിൻ ചെയ്തു, കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെയാണ് ഞങ്ങൾ ബിൽഡപ്പ് ചെയ്തത്. പിന്നെ നമ്മൾ ബേസിക്കലി നമ്പർ ഓഫ് പാസഞ്ചേഴ്സ് ആ ലെവലിലെത്തി. പിന്നെ അദ്ദേഹം വീട്ടിൽ വന്നു എയറോൺ ലിഫ്റ്റിൻ്റെ കുറേ പ്രോജക്ട്സിൻ്റെ വീഡിയോസും ഇൻസ്റ്റാഗ്രാമിലുള്ള പോസ്റ്റിങ്സ് എല്ലാം കാണിച്ചു തന്നു. അങ്ങനെ ഞങ്ങൾ കമ്മിറ്റ് ചെയ്തു. പിന്നെ ബാഗിൻ ബേസിക്കലി എൻ്റെ അടുത്തിട്ട് ബാഗിൻ ആയിരുന്നു. ബാഗിനിൽ തന്നെ വളരെ നല്ല അക്സെപ്റ്റബിൾ പ്രൈസിലോട്ട് വന്നു. ആ ഒരു നല്ലൊരു ഫ്രണ്ട്ലി പുള്ളിക്കാരൻ്റെ ഒരു കാംനെസ്സും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു പേഷ്യൻസ് എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ എയറോണിലോട്ട് വന്നത്. ആനോൺ എലവേറ്റേഴ്സ് ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ട് 16 years നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാണ്. നമ്മൾ ബേസിക്കലി നമ്മുടെ ക്വാളിറ്റിയിലാണ് നമ്മൾ യാതൊരു കോംപ്രമൈസും ഇല്ല. അപ്പോൾ ആനോൺ എലവേറ്റേഴ്സിന്റെ ലിഫ്റ്റ് സാറിൻ്റെ അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ഒരു സ്ട്രക്ചർ, ആ കാര്യങ്ങളെ പറ്റി ഒന്ന് പറയാം. തീർച്ചയായിട്ടും എയറോൺ എലിവേറ്റേഴ്സിൻ്റെ എനിക്ക് ഒരു കാര്യം ഇഷ്ടപ്പെട്ടത്, നമ്മൾ പുഷ് ചെയ്തെങ്കിലും അവരുടെ ആൾക്കാർ അതിൻ്റെ ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ വർക്കിംഗ് ഒരു ടൈം എടുത്താണ് അത് വന്നത്. ഒരു ഹറിബറി അല്ലായിരുന്നു. നമുക്ക് ഇത്തിരി ടൈം എടുത്തെങ്കിലും ഒരു പ്രൊഫഷണലിസം ഒരു മെയിൻറ്റെയിൻ ചെയ്യാൻ എല്ലാ വർക്കേഴ്സും വന്ന് സംടൈംസ് അവർ 2 മണിക്കൂറായിരിക്കും വന്ന് പോകുന്നത്. കാരണം അതിൽ പല വർക്കേഴ്സൊക്കെ നിൽക്കുന്നുണ്ട്. അവരുടെ ലെവൽ ഓഫ് റിക്വയർമെൻറ്റ്സ് കമ്മിറ്റ് ചെയ്യാൻ വേണ്ടി ആ ഒരു പേഷ്യൻസ് തന്നെ നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ ലിഫ്റ്റ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ആ ക്വാളിറ്റിനെസ് നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. ലിഫ്റ്റിൻ്റെ ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആണെങ്കിലും സ്മൂത്ത് ഫീലിംഗ് നമുക്ക് ആ ഡെയിലി യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ചേഞ്ചസ് നമുക്ക് കാണാം. ഒരു നല്ല രീതിയിൽ ടൈം എടുത്ത് പ്രൊഫഷണലി അത് ചെയ്തെന്ന് ഞാൻ പറയത്തുള്ളൂ. നമുക്കറിയാം കസ്റ്റമറാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മുടെ ഒരു കാര്യം എന്നുള്ളത്. അപ്പോൾ സാറിന്റെ എക്സ്പെക്ടേഷൻ ആനോൺ എലവേറ്റേഴ്സ് മീറ്റ് ചെയ്തോ? ഇനിയുള്ള കസ്റ്റമേഴ്സിന് സാറ് തീർച്ചയായിട്ടും ആനോൺ എലവേറ്റേഴ്സ് റെക്കമെൻഡ് ചെയ്യുമോ? തീർച്ചയായിട്ടും ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. ഓൾറെഡി ഒരു എൻക്വയറി ഉണ്ട് ഇതിനെ കുറിച്ച്. തീർച്ചയായിട്ടും ഞാനത് കമ്മിറ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.